സാർ, വേടൻ റാപ്പർ അത് സജീവ ചർച്ചാ വിഷയമായിട്ട് കുറച്ചു കാലമായി. അത് അയാൾ ഒരു കേസിൽ പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇത്ര വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ഈ മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ വലിയൊരു പാരമ്പര്യമുണ്ട്. അത് ഈ വേടന് ചാർത്തിക്കൊടുത്ത് സർക്കാർ സ്പോൺസേഡ് പരിപാടികളിലെല്ലാം വേടനെ എത്തിക്കുക. കെ.പി. ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം വേടനെതിരെ രൂക്ഷമായ തരത്തിലൊരു പ്രതികരണം നടത്തി. അതായത് ഈ പരമ്പരാഗത കലാരൂപങ്ങളുടെ സ്വത്വം പേർന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയല്ല. ഈ റാപ്പ് സംഗീതമാണോ ഈ തനത് കലാരൂപം? ഈ വേടൻ്റെ തുണിയില്ലാച്ചാട്ടത്തിൻ്റെ പേരിൽ ഈ സമാജം മൊത്തം അപമാനിക്കപ്പെടുകയാണെന്ന തരത്തിലാണ് ശശികല ടീച്ചർ അന്ന് പ്രസ്താവന നടത്തിയത്. ഹിന്ദു ഐക്യവേദിയുടെ ഒരു നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? നോക്കൂ, ഈ വിഷയത്തിലെ ഇപ്പോൾ റാപ്പ് സംഗീതം അല്ലെങ്കിൽ വേടൻ എന്നുള്ളൊരു വിഷയം മാത്രമായിട്ട് അതിനെ ചുരുക്കി കണ്ട ഒരു സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി കേരളത്തിൽ 14 ജില്ലാ കേന്ദ്രങ്ങളിലും, ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഉൾപ്പെടെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവരുടെ അവകാശ നിഷേധങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ആ അവകാശ നിഷേധങ്ങൾക്കെതിരെ ജനമനസാക്ഷി ഉണർത്താനും വേണ്ടി, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധ പരിപാടി, അത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിച്ച ഒരു സമരപരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ ടീച്ചർ പാലക്കാട് നടത്തിയ പ്രസംഗം, അതിൽ 1 മണിക്കൂറോളം നടത്തിയ പ്രസംഗത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഈ വേടനുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ ഒരു 1-2 മിനിറ്റിലാണ് കടന്നു വന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ പട്ടികജാതി വിഭാഗത്തിൻ്റെ പ്രശ്നം എന്താണ്? ആ പ്രശ്നം സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഈ പറയുന്ന കേരളത്തിലെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഭരണകക്ഷി അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അധസ്ഥിത പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ സംരക്ഷകർ എന്ന് പറയപ്പെടുന്ന സംഘടനകൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ അംബേദ്കറിസ്റ്റുകളാണ് എന്ന് മസിൽ പിടിക്കുന്ന ആരെങ്കിലും ഈ പട്ടികജാതി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അതില്ല എന്നുള്ളതാണ്. അത് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി ഈ കഴിഞ്ഞ ദിവസം 14 ജില്ലാ കേന്ദ്രങ്ങളിലും അതിൻ്റെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. എന്താണ് കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നം? നമ്മളത് കാണേണ്ടതല്ലേ? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. 2017-2018 കാലം മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ 22,000, അതായത് മൊത്തം പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നിശ്ചയിക്കപ്പെട്ട തുകയുണ്ട് സർക്കാർ. അത് 22,817.39 കോടി രൂപയാണ്. 2017-18 മുതൽ 2024-25 കാലഘട്ടം വരെ പട്ടികജാതി വികസന വകുപ്പ് വഴി ചെലവാക്കാൻ ഉദ്ദേശിച്ചത് 12,536 കോടി രൂപയാണ്. 12,536.04 കോടി രൂപ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ചെലവാക്കാൻ ഉദ്ദേശിച്ചത് 10,281 കോടി രൂപയാണ്. ഇങ്ങനെ രണ്ടും കൂടിയും ചേർത്ത് പട്ടികജാതി വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും ചേർത്ത് 22,817.39 കോടി രൂപ ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവാക്കാൻ ഉദ്ദേശിച്ചു. എന്താണ് ഇതിനെ സംബന്ധിച്ച് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്താ പറയുന്നതെന്നറിയാം? ഈ 22,817.39 കോടി രൂപയിൽ 6,458.66 കോടി രൂപ ലാപ്സായി പോയി, ചിലവാക്കിയില്ല എന്നാണ്. 6,458 കോടി രൂപ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട തുക അവർക്ക്, ആ നേട്ടം അവർക്ക് കിട്ടിയില്ല. ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിന് ഉത്തരവാദി സർക്കാരല്ലേ? അതിന് പട്ടികജാതി വികസന വകുപ്പ് ലാപ്സാക്കിയത് അവർ ലാപ്സാക്കിയത് 3,518 കോടി രൂപ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലാപ്സാക്കിയത് 2,940 കോടി രൂപ. ഇനി രണ്ടും കൂടിയും ചേർത്തിട്ട് 6,458.66 കോടി രൂപ ലാപ്സാക്കി. ഇതിന് ഉത്തരവാദി ആരാണ്? ഇത് ഒരു വിഷയം. അപ്പം ഞങ്ങൾ മുന്നോട്ട് വയ്ച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട
പദ്ധതികൾക്ക് ആ പദ്ധതികളുടെ വിഹിതം അത് ലാപ്സായി പോകുന്നു, അതിനുവേണ്ടി ചെലവഴിക്കുന്നില്ല. ഇതൊരു പ്രശ്നമല്ലേ? ഈ പ്രശ്നം സർക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന കക്ഷിയോ പ്രതിപക്ഷമോ വേണ്ടത്ര രീതിയിൽ ഉന്നയിക്കുന്നുണ്ടോ? ഇനി അത് ഞാൻ പറയാം. ഇത്തവണത്തെ സർക്കാരിൻ്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു. പട്ടികജാതി പട്ടിക വികസനത്തിന് വേണ്ടി ചെലവാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു. എത്ര വെട്ടിക്കുറച്ചെന്നറിയാം? 1372 കോടി രൂപയാണ് പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് വേണ്ടി സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയത്. 500 കോടി രൂപ വെട്ടിക്കുറച്ചു. 500 കോടി രൂപ ഏതൊക്കെ തരത്തിലാണ് എന്ന് ഞാൻ പറയാം. ഇപ്പോൾ വീട് പൂർത്തീകരണവും നവീകരണവും അതിന് 222.06 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വെട്ടിക്കുറച്ചു. എത്രയായിട്ട്? 173.06 കോടി രൂപയായിട്ട് കുറച്ചു. അത് ഏകദേശം 50 കോടി രൂപയോളം അതിൽ കുറവ് വരുത്തി. ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങാൻ 170 കോടി രൂപ വകയിരുത്തിയിരുന്നു. അത് 70.25 കോടി രൂപയായിട്ട് കുറച്ചു. വിവാഹ ധനസഹായം 86 ലക്ഷം രൂപ, അത് 50 ലക്ഷം രൂപയായിട്ട് കുറച്ചു. പെൺകുട്ടികൾക്കുള്ള വാത്സല്യനിധി, ഈ വാത്സല്യനിധി എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം, അതേപോലെ അവരുടെ ടാലൻസ് വളർത്താൻ തക്ക രീതിയിൽ അതിന് 10 കോടി രൂപ ആ പദ്ധതി തന്നെ നിർത്തലാക്കി. അംബേദ്കർ ഗ്രാമ പദ്ധതി 50 കോടി അനുവദിച്ചിരുന്നു, 30 കോടിയാക്കി ചുരുക്കി. 300 കോടി രൂപയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചത്. 180 കോടി രൂപ വെട്ടിക്കുറച്ച് വെറും 120 കോടി രൂപയാക്കി കുറച്ചു. അപ്പോൾ ഇത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി നീക്കിവച്ച തുക 50% കണ്ട് വെട്ടിക്കുറച്ച നടപടിയെ കേരളം ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഭരണപരമായ ഇത്തരം പരാജയങ്ങൾ അത് പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളാണോ ഈ വേടനെ പോലെയുള്ള ചില കഥാപാത്രങ്ങൾ ഉയർന്നു വരുന്നത്? അല്ല, അവിടെ അതാണ് യഥാർത്ഥത്തിൽ ഭരണകക്ഷി തന്നെ ഇതുപോലുള്ള ആളുകളെ ഐക്കണുകളായിട്ട് അവതരിപ്പിക്കുന്നത്. പടനായകൻ എന്നൊക്കെയാണ് നമ്മുടെ CPM-ൻ്റെ സെക്രട്ടറി വിശേഷിപ്പിച്ചത്. കേരളത്തിൻ്റെ പടനായകൻ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ ദേശീയ ശരാശരി ഉണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബിന്ദുവിന് നേരെ നടന്ന അക്രമം നമുക്കറിയാം. അതിന് തൊട്ട് മുമ്പാണ് സിദ്ധാർത്ഥന് നേരെ വയനാട്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ആ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. വാളയാറിലെ പെൺകുട്ടികൾ, മധുവിനെ തച്ചു കൊന്നത്, ഇതൊക്കെ കേരളത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? കേരളത്തിൽ ഓരോ വർഷവും SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ അതിപ്പോഴും ഒരു കുറവും സംഭവിക്കുന്നില്ല. ഒരു വർഷാവർഷം 1000-ലേറെ കേസുകളാണ് ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന കേസുകൾ, അവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ കേസുകൾ 1000-ലേറെ കേസുകൾ വർഷാവർഷം ചാർജ് ചെയ്യുന്നുണ്ട്. ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം എത്രയാണെന്നറിയോ? വെറും 8% പേരാണ് ശിക്ഷിക്കപ്പെടുന്നത്. 8%. ഇവിടെ നമ്മൾ ദേശീയ തലത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തും. പക്ഷേ കൺവിക്ഷൻ റേറ്റ് ഉത്തർപ്രദേശിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് ഉത്തർപ്രദേശിൽ 62%, മധ്യപ്രദേശിൽ 56%. ആ സമയത്താണ് കേരളത്തിൽ വെറും 8% പേരെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. എന്ന് വച്ചാൽ ബിന്ദുവിനെ പോലുള്ള ആളുകൾ, വാളയാറിലെ പെൺകുട്ടികൾ, മധുവിൻ്റെ കേസിൽ പ്രതികളാക്കപ്പെടുന്നവർ, അതുപോലെ സമാനമായ കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നവർ അവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവരെ ശിക്ഷിക്കാൻ വേണ്ട ഒരു തെളിവുകളോ അല്ലെങ്കിൽ അന്വേഷണമോ കാര്യക്ഷമമായ ഒരു അന്വേഷണമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയാണുള്ളത്. ഇതൊരു പ്രശ്നമല്ലേ? ഇനി വേറൊരു വിഷയം ഞാൻ പറയാം. കേരളത്തിലെ MP-മാർ, ആ MP-മാരുടെ ഭാഗത്തു നിന്ന് അവർക്ക് സർക്കാർ ലോക്കൽ ഫണ്ട്, മറ്റേ പ്രാദേശിക വികസന ഫണ്ട്, ആ പ്രാദേശിക വികസന ഫണ്ട് എന്നുള്ള നിലയ്ക്ക് ചിലവാക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള MP ഫണ്ടിൻ്റെ 82% വിനിയോഗിക്കപ്പെട്ടില്ല എന്നാണ്.
അതായത് എം പിമാർ മുഖേന കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എം പിമാർക്കും വേണ്ടി അവർ ചെലവാക്കേണ്ടത് ഉണ്ട്. 22% തുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട തുകയാണ്. അതിൽ 82% ചെലവാക്കിയിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കാതെ പോയത്? ആരാണ് അതിന് ഉത്തരവാദി? എം പി ഫണ്ട് വിനിയോഗിക്കുന്നതിന് അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കി കൊടുക്കേണ്ടത് ജില്ലാ ഭരണകൂടങ്ങളാണ്. ആ ജില്ലാ ഭരണകൂടങ്ങൾ, അതിൻ്റെ പ്രൊജക്റ്റ് ഓഫീസർമാർ, ഇവരൊക്കെയാണ് തയ്യാറാക്കേണ്ടത്. അവർക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. അപ്പോൾ സർക്കാർ ഇതിനകത്ത് പ്രതിയാണ്. കേരള സർക്കാരാണ് ഉത്തരവാദി. ഈ പണം ലാപ്സായി പോയതിന് 82% പണം ലാപ്സായി പോയതിൻ്റെ ഉത്തരവാദി സർക്കാരല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാൻ ആണ് കേരളത്തിൽ ഈ പറയുന്ന ചില ഐക്കണുകളെ ഉയർത്തിയിട്ട് മുന്നോട്ട് വരുന്നത്. കേരളത്തിലെ അംബേദ്കറിസ്റ്റുകൾ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് ഞങ്ങൾ അംബേദ്കറിസ്റ്റാണെന്നൊക്കെ പറയും. അംബേദ്കറിസ്റ്റ്, ഈ അംബേദ്കറിസ്റ്റുകൾക്ക് ഈ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അവർ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് അവരാരെങ്കിലും രംഗത്ത് വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരെപ്പോഴും ജാതിയുടെ പേരിലുള്ള ഭിന്നത, ജാതി സ്പർദ്ധ, ഈ വിഷയങ്ങളിലാണ് അംബേദ്കറിസ്റ്റുകൾ രംഗത്ത് വരുന്നത് കണ്ടിട്ടുള്ളത്. അവർ ആരോടൊപ്പം നിലനിൽക്കുന്നത്? ഈ അംബേദ്കറിസ്റ്റുകൾ എന്ന് പറയുന്നവർ ആരോടൊപ്പമാണ് നിലനിൽക്കുന്നത്? അവർ അംബേദ്കർ ഏറ്റവും കൂടുതൽ എതിർത്ത ഇസ്ലാമിക തീവ്രവാദികളോടൊപ്പം നിൽക്കുന്നത്. അംബേദ്കർ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇസ്ലാമിക തീവ്രവാദത്തെയാണ്. അംബേദ്കറുടെ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന പുസ്തകം വായിച്ചിട്ടുള്ളവർക്കായിരിക്കും അംബേദ്കർ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തത് ഇസ്ലാമിക മത തീവ്രവാദികളെയാണ്. ആ ഇസ്ലാമിക തീവ്രവാദികളോടൊപ്പമാണ് ഇപ്പോൾ കേരളത്തിലെ അംബേദ്കറിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ നിൽക്കുന്നത്. അവരൊരുക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവരുൾപ്പെടെ ആ ഇസ്ലാമിക തീവ്രവാദികളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആണ് അംബേദ്കറിസ്റ്റുകൾ ജാതിയെ എതിർക്കുന്നത്. ജാതി ആണ് കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. ആ അജണ്ട നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും വിഭജിക്കുകയും ചെയ്യുക എന്നുള്ള അജണ്ടയാണ്. അതിന് കേരളത്തിലെ ഭരണകൂടം യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക ഭീകരവാദവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സയാമീസ് ഇരട്ടകളെ പോലെയാണ്. പരസ്പരം പരിപോഷിപ്പിച്ചും പരസ്പരം സഹകരിച്ചും പ്രവർത്തിക്കുന്ന രണ്ട് ശക്തികൾ. അതാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും. അവർ ബോധപൂർവം കേരളത്തെ മറ്റൊരു നരേറ്റീവിലേക്ക് കൊണ്ടുപോയിട്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ആണ് അവർ ഇത്തരത്തിലുള്ള ഐക്കണുകളെ അവതരിപ്പിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.